ഹലോ ഫ്രണ്ട്സ്, ഈ വീഡിയോ കണ്ടില്ലേ? ഇതുപോലെ എങ്ങനെയാണ് നമ്മുടെ വീഡിയോ എഡിറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. എഡിറ്റ് ചെയ്യുന്നതെന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഈ വീഡിയോയുടെ ഒറിജിനൽ വീഡിയോയിലെ ഫേസ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അത് ഞാൻ എഡിറ്റ് ചെയ്ത് ആ ഫേസിലെ പിമ്പിൾസും മാർക്കിങ്ങും എല്ലാം മാറ്റി ഫേസ് ക്ലിയർ സ്കിൻ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ ആദ്യം പ്ലേ സ്റ്റോറിൽ പോയി CapCut എന്നുള്ളൊരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണം. ഇൻസ്റ്റാൾ ആക്കിയ ശേഷം ഞാൻ CapCut ഓപ്പൺ ആക്കി. CapCut ഓപ്പൺ ആക്കുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും കിട്ടുന്നത്. ന്യൂ പ്രൊജക്റ്റ് എടുക്കുക. ഇനി നമ്മുടെ വീഡിയോ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഞാൻ വീഡിയോ സെലക്ട് ചെയ്ത് കൊടുത്തു, ആഡ് കൊടുത്തു. ഇനി നമുക്കൊന്ന് പ്ലേ ആക്കി നോക്കാം. ഈ വീഡിയോയുടെ സ്കിന്നിലുള്ള ആ ബ്ലാക്ക് മാർക്കും പിമ്പിൾസും എല്ലാം നമുക്കൊന്ന് റിമൂവ് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് വീഡിയോ ഒന്ന് സെലക്ട് ചെയ്തു. ബോട്ടം സൈഡിലെ മെനുവിൽ നിന്ന് എൻഹാൻസ് എടുത്തു. അതിൽ നിന്നും ഫേസ് സെലക്ട് ചെയ്തു. നമുക്ക് ഫേസ് അല്ലേ ക്ലിയർ ചെയ്യാനുള്ളത്. ഫേസ് മെനു എടുത്തു. ഇവിടെ നിങ്ങൾക്ക് മെനു ലോഡാവുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മൊബൈലിൽ നിങ്ങളൊന്ന് VPN ആയിട്ടൊന്ന് കണക്ട് ചെയ്താൽ മതി. ശരി, നമുക്കിനി എഡിറ്റിങ്ങിലോട്ട് പോവാം. നമ്മുടെ ഫേസ് സെലക്ട് ആയിട്ടുണ്ട്. കണ്ടില്ലേ, ഒരു 4 മാർക്കിംഗ് വന്നിട്ടുണ്ട് വീഡിയോയുടെ കോർണറിൽ. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഒരു ബ്ലൂ സ്ക്വയറിനകത്താണ് ഇരിക്കുന്ന ഫേസ്. ഇനി ആ സ്മൂത്ത് എന്നുള്ള ഓപ്ഷൻ നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. സ്മൂത്ത് ഞാനൊരു മാക്സിമത്തിൽ വെച്ചു. ഇപ്പോൾ തന്നെ ഏകദേശം വീഡിയോ ഓക്കെ ആയിട്ടുണ്ട്. ഞാനൊന്ന് കുറച്ചൊരു നാച്ചുറൽ ഒരു ലുക്ക് കിട്ടാനായിട്ട് ഒരു 72 ആക്കി. ഇനി സ്കിൻ കളർ സെലക്ട് ചെയ്തു. ഇവിടെ നിന്ന് നമുക്ക് പല കളർ ടോണുകൾ കിട്ടും. ഞാൻ ഫസ്റ്റ് ഓപ്ഷനാണ് എടുത്തത്. പല കളർ ടോണുകൾ നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. ഞാൻ ഫസ്റ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്തു. ആ കളർ ടോണിൻ്റെ തന്നെ 2 ഓപ്ഷനാണ് താഴെ വന്നിരിക്കുന്നത്. അത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇതിപ്പോൾ ഡീഫോൾട്ട് വാല്യൂലാണ് ഇരിക്കുന്നത്, അത് ഓക്കെയാണ്. നെക്സ്റ്റ് ഓപ്ഷനായ ബ്രൈറ്റൻ എടുത്തു. ബ്രൈറ്റൻ കുറച്ചൊന്ന് ഇൻക്രീസ് ചെയ്തൊരു 40 റേഞ്ചിൽ വെച്ചിട്ടുണ്ട്. ഇനി വൈറ്റ് ടീത്താണ്. നമ്മുടെ വീഡിയോയിൽ ടീത്ത് കാണുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അത് നമ്മൾ ചേഞ്ച് ചെയ്താലും നമുക്ക് ഈ വീഡിയോയിൽ നമ്മൾ അഫക്റ്റ് ആവുന്നില്ല. എന്നാലും ഞാൻ ചെറുതായിട്ടൊന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി സ്മൈൽ ലൈൻസ് ആണ്. അത് ചെറിയ രീതിയിലൊന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഈ നമ്മൾ കൊടുത്ത വീഡിയോയിൽ സ്മൈൽ ലൈൻസും വലുതായിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഒരു റിസൾട്ട് നിങ്ങൾക്ക് ചിലപ്പം കാണാൻ സാധ്യതയില്ല. ഇനി ഡാർക്ക് സർക്കിൾസ് ആണ്. അത് ഞാനൊന്ന് കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി പാർട്സ് ഓഫ് ഫേസ് ആണ്. അതായത് നമുക്ക് ഫേസിലെ ഓരോ പാർട്ടും നമുക്ക് പ്രത്യേകം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇതുവരെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന സ്കിന്നിന് പുറത്തുള്ളതാണ്. പാർട്സ് ഓഫ് ഫേസ് ഇവിടെ നമുക്കെല്ലാം അഡ്ജസ്റ്റ് ചെയ്യേണ്ട ഓപ്ഷൻ ഉണ്ട്. നിങ്ങളുടെ വീഡിയോയിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. ഇനി നേരെ നമുക്ക് മേക്കപ്പിലോട്ട് പോകാം. മേക്കപ്പിലോട്ട് പോയിട്ട് ലിപ്സ്റ്റിക്ക് എടുത്തു. ലിപ്സ്റ്റിക്കിൽ ഒരു ഷെയ്ഡ് സെലക്ട് ചെയ്തു. ഞാൻ ഫസ്റ്റ് ഓപ്ഷനാണ് എടുത്തത്. അതിൻ്റെ വാല്യൂസ് നമുക്ക് താഴെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഞാനൊരു 100 വെച്ച് നോക്കി. ഐ ഷാഡോ സെലക്ട് ചെയ്തു. അതിൻ്റെ വാല്യൂസ് നമുക്ക് താഴെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ സെലക്ട് ചെയ്യുന്ന ഡിസൈനിൻ്റെ വാല്യൂസാണ് നമുക്ക് താഴെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. അടുത്തതായി ഐ ലാഷസ് സെലക്ട് ചെയ്തു. അതിൽ നിന്നും 3rd ഓപ്ഷൻ എടുത്തു. നാച്ചുറൽ എന്ന് കാണുന്ന 3rd ആണ് എടുത്തത്. ഇനി നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ വാല്യൂസ് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇവിടെ ഇപ്പോൾ ഇത് ഓക്കെയാണ്. നമ്മുടെ വീഡിയോ ഏകദേശം റെഡി ആയിട്ടുണ്ട്. നിങ്ങളുടെ വീഡിയോയ്ക്ക് സ്യൂട്ടാവുന്ന രീതിയിൽ ഈ വാല്യൂസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് മാറ്റി അഡ്ജസ്റ്റ് ചെയ്ത് നോക്കുക. ടിക്ക് കൊടുത്തു. ഇനി നിങ്ങൾ കൊടുത്ത വീഡിയോയിൽ ബോഡിയും കൂടെ ഉണ്ടെങ്കിൽ എൻഹാൻസിൽ വന്ന് ബോഡിയും കൂടെ എടുക്കാവുന്നതാണ്. ഞാൻ കൊടുത്ത വീഡിയോയിൽ ഇവിടെ ബോഡി ഇല്ല, ഫേസ് മാത്രമാണ്. ഒരു ക്ലോസപ്പ് ഷോട്ടാണത്. ബോഡി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഈ സെയിം മെത്തേഡ് തന്നെയാണ്. ബോഡിയും റീഷേപ്പും എല്ലാ ഓപ്ഷൻസും ഇവിടെ ഉണ്ട്. ഇതൊക്കെ നിങ്ങൾ ട്രൈ ചെയ്യാവുന്നതാണ്. ഇനി ഒരു പ്രിവ്യൂ ഒന്ന് പ്ലേ ആക്കി നോക്കാം. നമ്മുടെ വീഡിയോ റെഡി ആയിട്ടുണ്ട്. ഇനി ഫൈനലിൽ കാണുന്ന ആ എൻഡിങ് എന്നുള്ള ക്ലിപ്പ് സെലക്ട് ചെയ്തു, ഡിലീറ്റ് കൊടുത്തു. ഇനി നമുക്ക് ഈ വീഡിയോ എക്സ്പോർട്ട് ചെയ്യാം. എക്സ്പോർട്ട് ചെയ്യുന്നതിന് തൊട്ട് മുമ്പായി എക്സ്പോർട്ട് ഐക്കണിൻ്റെ തൊട്ടടുത്തുള്ള റെസൊല്യൂഷൻ കാണിക്കുന്ന ഐക്കണൊന്ന് സെലക്ട് ചെയ്തു. ബിറ്റ് റേറ്റും ഫ്രെയിം റേറ്റും ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യാനാണ്. അത് ഓക്കെയാണ്. എക്സ്പോർട്ട് കൊടുത്തു. ഈ എക്സ്പോർട്ട് ആവുന്ന വീഡിയോ നമ്മുടെ ഫോൺ ഗാലറിയിൽ സേവ് ആവുന്നതാണ്. അപ്പോഴെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റായി ചോദിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ കൂടെ ഒന്ന് എനേബിൾ ചെയ്തേക്കുക.